കണ്ടോ ഇതാ അത് കൂടെ ഇഷ്ടം പോലെ കണ്ടാ. അപ്പയ്ക്ക് എന്താ പുഴു വന്നൊക്കെ നോക്കിയൊക്കെ ഇതിലൊക്കെ നോക്ക്. കണ്ടോ ദാ നമ്മുടെ ചെണ്ടുമല്ലി കണ്ടോ മൊട്ടിട്ടു കേട്ടാ. മുകളിൽ ഇതാ പൂവാൻ തുടങ്ങി. കണ്ട എൻ്റെ എത്ര ഉയരം വന്ന് ഏട്ടാ, എൻ്റെ എത്ര ഉയരം വന്ന് കണ്ടില്ലേ. ദാ ഈ നമുക്കിങ്ങനെ പൂവ് വിരിഞ്ഞുണ്ടാവണ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷല്ലേ ചേട്ടാ. ഓണം അടുത്ത മാസാണേ. പൂവ് ഉണ്ടായാ മതി എന്ന് പറയുന്നത് കണ്ടോ. അതിന്റെ തൂമ്പ് കണ്ടോ ഇങ്ങനെ എടുത്തു കളയുന്നു. ഞാനിവിടുത്തെ കാട് വെട്ടിയിട്ടേ എന്താ വെട്ടാൻ ഒരാളെ വിളിച്ചുട്ടോ. ഇനി അങ്ങോട്ടൊന്നും പോയിട്ട് വെട്ടാൻ പറ്റില്ല, വല്ല ജന്തുക്കളുണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്താ എല്ലാവർക്കും നല്ല തിരക്കാണ് ഇപ്പോൾ. ആ അരിമുളകും തൈയിൽ കണ്ടോ. ആ ഏട്ടാ അരിമുളകും തൈയിൽ അരിമുളക് ഉണ്ടായി. ഇതാണ്ടോ ശംഖുപുഷ്പം പറിച്ചു. എടാ ഉണ്ണി ശംഖുപുഷ്പം പറിക്കണ്ട. ഇതാട്ടോ ഇത് ഒരു പശു ഉണ്ടെങ്കിൽ ഇത്രയൊന്നും ഒരു കുഴപ്പമില്ല. ഇതാ ഒരു മുളകും തൈ ഇതാ കിടക്കും. മുളകും തൈ ഏതില്? ആ അതുണ്ടാ അവിടെ ഉണ്ടായിക്കോട്ടെ. അത് മാത്രം ഞാൻ തൊടാതിരിക്കുക. ഇപ്പൊ ഒരു ഗുണം കിട്ടിയത് എന്താണെന്നറിയട്ടാ. ഇതിലുണ്ടായതിൽ കുറേ തുളസി ചെടികൾ ഉണ്ടായിട്ടുണ്ട്. ചുവന്ന തുളസി ഉണ്ടായിട്ടുണ്ട്, മറ്റേ തുളസി ഉണ്ടായിട്ടുണ്ട്. അതേപോലെ മഴ പെയ്തപ്പോൾ ഇതും ചേമ്പിൻ്റെ തണ്ട് ഇല്ലേ, ചേമ്പും വലുതായിട്ടുണ്ട്. നിങ്ങൾ പത്തലത്തോരൻ വെച്ചോ? ഏതിൽ കൂടെ? ആ അതന്നെ. അതിൽ ഇങ്ങനെ വെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ട്. എന്തിൻ്റെ വെള്ളം എന്ന് പറയുക, ചാരം ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട്. വെണ്ണീർ എന്താണ് അതിനൊരു സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ കൂടെ വരാൻ തുളസി ഉണ്ടാവട്ടെ, എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ കൊണ്ടു കൊടുക്കാം കേട്ടാ. ആ നോക്ക്, അയ്യോ നോക്കേട്ടാ. ഇന്ന് എല്ലടിക്കോട് പോണട്ടേട്ടാ നമുക്ക് കീടനാശിനി വാങ്ങാൻ. എന്താ ഇനി ഇതൊക്കെ തുണികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നതാ. തുണികളിലൊക്കെ മറ്റും പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ കഴിഞ്ഞു. പിന്നെ ഒരു പൂതി ഉണ്ടാവില്ല. കമ്പിളിപ്പുഴുവാണ് കേട്ടോ കുഞ്ഞീത്. നമ്മൾ അവിടത്തേക്ക് ഉണ്ടായിരുന്നത്, അവിടത്തേക്ക് ചാരല്ലേ, ചാരിട്ട് കൊടുത്തപ്പോൾ അതങ്ങനെ പോയിട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തക്കാളി ഉണ്ടാവട്ടെ. കഴിഞ്ഞ പ്രാവശ്യമേ ഇത് കൂടെ ഫുള്ള് മുക്കുറ്റിയായിരുന്നു കേട്ടോ. കർക്കിടക മാസത്തിലാണ് മുക്കുറ്റിപ്പൂവ് അരച്ചിട്ട് നെറ്റിയിലിടില്ലേ. അപ്പോൾ മുക്കുറ്റിയായിരുന്നു. ഇപ്പോൾ ദാ ഇന്നലെ ഞാനൊന്ന് എടുത്തു കേട്ടോ. ദാ അത് മാത്രമല്ല കേട്ടോ, ഈ മുക്കുറ്റി തലയിൽ ചൂടും ചെയ്യും. അമ്പലത്തിക്കൊക്കെ പോകുമ്പോൾ തലയിലൊക്കെ ചൂടാറുണ്ട് കേട്ടോ. അപ്പൊ അതാ ഇന്നലെ നമ്മുടെ ഇവിടെ സർവേ വന്നിരുന്നു, സർവേ എടുത്തിരുന്നു കേട്ടോ. സർവേ എടുത്തപ്പോ എന്ത് സർവേ തന്നെയല്ലേ പറയാ, സർവേ എന്ന് പറയില്ല. സെൻസസ് എന്ന് മാത്രമേ പറയാ, സർവേ എടുക്കാൻ. അത് വന്നിരുന്നു. എന്താ അച്ചുവിന്റെ ടീച്ചർ, അച്ചു ഇല്ലേട്ടാ, അച്ചുവിന്റെ ടീച്ചർ, അച്ചുവിന്റെ മാഷ് വന്നത് എൻ്റെ അടുത്ത് വന്നതും ചോദിച്ചു അച്ഛനടുത്ത്. വന്നപ്പോ ചോദിച്ചു എന്താ ചെറിയ കുട്ടിയില്ലേ അവിടെ പഠിക്കണത്, ആ കുട്ടിയുടെ പേര് ചോദിച്ചു. അപ്പൊ ആർച്ചാനിൽ വന്നു. മൂത്തമോള് അവിടെ പഠിക്കുന്ന അപർണാനിൽ വന്നു. വന്നു. എന്നിട്ട് ഇനി അടുത്തൊരു സർവേ വരുന്നുണ്ട് ഇത്രേ. അത് എന്താ ഫെബ്രുവരിയിലാത്രേ. ഇത് മാത്രം പുഴു വന്നിട്ടില്ല അല്ലേട്ടാ. ഇനിയിപ്പോൾ ഇതിലും കൂടി ഇത് വിട്ടിട്ടല്ലേ, അതിനൊന്ന് വാങ്ങണം. അതേപോലെ കണ്ടോ, ഇപ്പോഴാണ് നമ്മുടെ ഈ മുളകും തൈയൊക്കെ ഒന്ന് പച്ചല നല്ല ഹൈ. പക്ഷെ മഴ കൂടിയിട്ടൊന്നല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ സമയമൊക്കെ ആയപ്പോഴേക്കും നിറച്ച് മുളക് കിട്ടിയിരുന്നു. ഇപ്രാവശ്യം പിന്നെ മുളക് കമ്മിയാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് എന്താ പറയുക, കുമ്പളവള്ളി, മത്തൻവള്ളി. എവിടം വരെ കയറിയിരിക്കണമെന്ന് അറിയാം, ഇവിടം വരെ കയറിയിരിക്കണം. ഇനി നാളെ നമുക്കില്ലേ ചൊറിയണം കൂട്ടാൻ വെക്കണം കേട്ടോ. നമ്മുടെ എന്താണ് മത്തൻ്റെ ഇലേ. ഇന്നലെ മത്തൻ്റെ ഇല താളിപ്പായിരുന്നു, ഒന്നും മത്തൻ്റെ ഇല താളിപ്പ്. നോക്കിയിട്ടാ പറയണത്.
ഇലക്കറികൾ കൂട്ടണം എന്നാ പറയാ. എന്താ കുറേ പേര് പറഞ്ഞു കേട്ടോ മത്തൻ്റെ പൂവ് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാന്നുള്ളത്. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞു വെച്ചാൽ എന്തായാലും ഞാൻ മത്തൻ്റെ ഇലയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അടുത്തത് മുട്ട വിട്ടിട്ട് പൊരിച്ചാലും നല്ല ടേസ്റ്റാ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. അതേപോലെ എനിക്ക് മുരിഞ്ഞ കൂടിയ മുരിഞ്ഞ ഉണ്ട്, മത്തൻ്റെ ഇല കൂടിയ മത്തൻ്റെ ഇല ഉണ്ട്. പിന്നെ ദിവസം ഇറച്ചി മീനും തിന്നാൻ പറ്റുമോ? പപ്പായ ഉണ്ടായിരുന്നു, പപ്പായ ഉണ്ടായിരുന്നു. കണ്ടേട്ടാ പറയണത്. ഇനി അതാ നിക്കണ ചേമ്പ് കണ്ടാ വലുത്, ആ ചേമ്പ് മുതിരിയിട്ടിട്ട് കൂട്ടാൻ വെക്കാൻ വേണ്ടിട്ട് നിക്കണ കേട്ടോ ചേമ്പിനെ തണ്ട്. ഓ വേറൊന്നും ഇല്ലല്ലോ. എന്താ ഇപ്പൊ ഇന്ന് നമ്മൾ കൂട്ടാൻ വെക്കുന്ന വീഡിയോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് എന്താണെന്നറിയോ, സാമ്പാറാണ് കേട്ടോ. രാവിലെ സാമ്പാർ വെച്ച് സാമ്പാറാണ്. അപ്പം അതാണ് പറയുന്നത്, ഓരോ ദിവസം ഇതിലെന്തെങ്കിലും വെറൈറ്റി പിടിക്കുന്ന സമയത്താണ്, നമ്മൾ ചിക്കൻ വാങ്ങുന്ന സമയത്താണ് എന്തെങ്കിലും ഒരു ചിക്കൻ്റെ കാണിച്ചു തരിക കേട്ടോ. പക്ഷെ അതാ ചേമ്പ് തണ്ട് കണ്ടോ വലുത്, ആ ചേമ്പ് തണ്ട് കറി വയ്ക്കുമ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് മുതിരിയിട്ടിട്ട് പുളിങ്കറി വെച്ചാലേ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ വേറൊന്നുണ്ട്, ഒരു വയലറ്റ് കളർ തണ്ട്, അതും അപ്പുറത്തുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് മൊത്തം എനിക്ക് സങ്കടം എന്താണെന്ന് അറിയാം, ആ ഭാഗത്തൊക്കെ ഞാൻ അരിമുളകും തൈ വെച്ചതാണ്. ഞാൻ കുറേ മുളകും തൈ വെച്ചതാടി, അതൊക്കെ പോയി അതാ അവിടെ നമ്മടെ വളർത്തിട്ടല്ലേ. അത് ചായ ഇക്കും വേണം. കടിച്ചോളി. കടിതാന്ന് ഇതോ അച്ഛനെയാണ് എനിക്കിഷ്ടം. അമ്മ എന്താ അമ്മക്ക് ചായ കുടിച്ചിട്ടില്ലടി. ഞാൻ ചായ കുടിച്ചു. ചായ കൊണ്ടേ കൊടുക്ക്. അമ്മ അമ്മ കടക്ക് പോകുന്നുണ്ട്. പല്ലുവേദനയുടെ മരുന്നുണ്ടോ? പല്ലുവേദനയുടെ മരുന്നില്ല. എന്നാ പല്ല് ഡോക്ടറെ പോയി കാണണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നില്ലേ? പല്ല് ഡോക്ടറെ കാണാൻ പോയിരുന്നില്ലേ അല്ലേ? അല്ലെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആശുപത്രിയിൽ തന്നെ കേട്ടോ. ഇന്നലെ അനിയുണ്ട് പറയുന്നു, എന്താ കുഞ്ഞിൻ്റെ കയ്യിതായിട്ട് എത്ര പൈസ ഇപ്പോൾ കയ്യിന് ചിലവാക്കി, ഇത്ര കൈ കേട് വന്നിട്ട് തയ്ച്ച് കെട്ടാനും ഇതിനൊക്കെ പോകുമ്പോൾ പൈസ തന്നെ വേണ്ടേ? എങ്ങനെ പോയാലും നമ്മുടെ ഒരു എങ്ങനെ പറയുക, കുണ്ടിൽ കിടക്കുക എന്നല്ലാതെ കുന്നിക്ക് കയറാൻ കുറച്ച് പണി. ഈ കുട്ടികൾക്കില്ലേ എന്തെങ്കിലും ഇപ്പം നമ്മൾ വിചാരിച്ചേക്കണോ കിച്ചൂട്ടന് ഇങ്ങനെ വയറുവേദന വരും അവനെയും കൊണ്ട് എന്താ ആശുപത്രി പോകുന്നു. ഇന്നലെ ഇറച്ചി ഉണ്ടായിരുന്നില്ലേ കുറച്ച്, അവൻ എന്ത് പറഞ്ഞെന്നറിയോ, വൈകുന്നേരത്തേക്ക് ചിക്കൻ വേണ്ട, ഇന്ന് ക്ലാസ്സിക്ക് കുട്ടികൾക്ക് കൊടുക്കണമല്ല. ഞാനങ്ങനെ ഇറച്ചി കൊടുത്തു വിടാറില്ല കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് തരുന്നതാണ് അമ്മ ഉണ്ടാക്കുന്നത്, അവർക്കും കൊടുക്കണ്ടേ, തരുമോ പറഞ്ഞിട്ട് ഇന്നലെ പാവം അത് രാത്രി കഴിച്ചില്ലേ സുവിന് ഇറച്ചി. എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ നെയ്ച്ചോറും അതും പാടെ കൊടുത്തു വിട്ട് കൊണ്ടുപോയിട്ട് കുട്ടിക്ക് അത് കഴിക്കാനും പറ്റിയില്ല. അതല്ലേ രസം കേട്ടോ. അപ്പോൾ കിച്ചുവിനെ ഏട്ടൻ കൊണ്ടുവരാൻ പോയിട്ട് വരുമ്പോൾ കുഞ്ഞൻ ഏട്ടൻ എന്തായാലും വീട്ടിലേക്ക് പോയല്ലേ, ഏട്ടൻ ചോറും കണ്ട് തായോ. അത് പിന്നെ അതിന് കൊടുക്കണ്ടേ? പിന്നെന്താ അതല്ല കിച്ച് വേണമെന്നും പറഞ്ഞില്ല. ഇതൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ അല്ല കുഞ്ഞിന് വേണം പറഞ്ഞപ്പോൾ അതേവരുടെ പാത്രം എടുത്ത് തന്നു. എന്നൊക്കെ വേണമെന്ന് കിച്ചു പറയുകയും ചെയ്തില്ല. കുഞ്ഞിനാണെങ്കിൽ അവൻ വേണം പറഞ്ഞിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം എങ്ങനെ കൊടുക്കാതിരിക്കുന്നു? അല്ല കൊടുത്ത് നന്നായി ഉള്ളു പറയാ, അത് കൊടുത്തില്ലേ? കുഞ്ഞിന്റെ കൂട്ടുകാർക്കൊക്കെ കഴിക്കാനുണ്ടാവും. കിച്ചു വലിയ പാത്രത്തിൽ ഞാൻ കിച്ചുവിന്റെ മൂന്ന് കൂട്ടുകാർക്കുള്ളത് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്താ കുഞ്ഞിനൊക്കെ അത്രയല്ലേ കഴിക്കുള്ളൂ. വലിയ കിടക്കുക കിച്ചുവിൻ്റെ അല്ലേ മുടിയില്ലേ, പെൺകുട്ടികളുടെ മുടി പോലെയാണ് കേട്ടോ കിച്ചിട്ടാ, നിറച്ച് മുടി ഉണ്ടാവും അവനില്ലേ. ഇതാ പേനൊന്നും ഇല്ല കേട്ടോ, ഞാൻ വെറുതെ അല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവനിങ്ങനെ ചീന്തി കൊടുത്താലേ നല്ല സന്തോഷമാണ്. നമ്മുടെ അച്ചുട്ടി കണ്ടായിരിക്കണത് ഇഞ്ചക്ഷൻ വെക്കുന്ന കാര്യം പറയുമ്പോൾ കിച്ചു ബഹളം വെച്ചില്ലല്ലോ ഏട്ടാ. അതിന് നമ്മുടെ അമ്മുട്ടീനെ കൊണ്ടുപോകേണ്ടതായിരുന്നു. ഒരു ആവണല്ലേ അമ്മൂച്ചി പറഞ്ഞു. എപ്പോഴും കരയും. ഞാൻ കരഞ്ഞിട്ടില്ല. ചോദിച്ചു ഞാൻ കരയാറുണ്ടോ? ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ കരഞ്ഞാറില്ല കേട്ടോ. എന്നെ പോലെ ഉള്ളിക്കുട്ടിയല്ല. ഞാൻ കരഞ്ഞിട്ടില്ല. അടി ഉണ്ടാക്കണ്ട. അച്ചുവിൻ്റെ അമ്മൂട്ടിക്ക് ഭയങ്കര പേടിയാണ്. ഇതാണ്ടോ ഇവിടെ ഏട്ടാ, ഇവൻ്റെ നെറ്റിയില്ലേട്ടാ ഈ രണ്ട് സൈഡ് നോക്ക് ഇങ്ങനെ കീറിയിട്ട് കണ്ടോ അല്ലേ? മുടിയും കൂടി പോയി കുറച്ചും കൂടി കഴിഞ്ഞ അങ്ങനെ ചെയ്യണ്ടാട്ടോ, അങ്ങനെ വയ്ക്കാൻ മതിയിട്ടുണ്ണി. നെറ്റി എന്താ വേണ്ട, ഇപ്പം എല്ലാവർക്കും കഷണ്ടിത്തല ഉള്ളതാ.
അമ്മൂനും അച്ഛനൊന്നും നെറ്റിയില്ല കണ്ടോ, കുറച്ച് കുറച്ച് നെറ്റിയുള്ളൂ. എനിക്കും നെറ്റിയില്ല, എന്റെ നെറ്റി ഇതാ കണ്ടോ, ഈ 3 നെറ്റിയുള്ളൂ. എന്താ ഞാൻ അച്ഛന് മൈതാനം ഉണ്ട്, കോട്ട മൈതാനം. ഫുട്ബോൾ കളിക്കാനുള്ള എനിക്കിതാ ഈ കണ്ടോ, എപ്പോഴും എല്ലാവരും പറയും എനിക്ക് നെറ്റി. പിന്നെ എനിക്ക് ഇങ്ങനെ മുടി പടിക്ക് വരും കേട്ടോ, അതാണ്ടോ ഇങ്ങനെ 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 കുഞ്ഞു കുഞ്ഞു മുടികൾ ഇങ്ങനെ വരും. ഞാൻ ബേബി അതൊന്നും ചെയ്തിട്ടൊന്നുമില്ല, തന്നെ വരും കേട്ടാ. എന്നിട്ട് എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ മുടിയൊക്കെ നല്ല വൃത്തിയിൽ കെട്ടിയിട്ടുണ്ടാവും, പിന്നെ നോക്കുമ്പോൾ കാണാം മൊത്തം മുടി മുഖത്തു കൂടെ വന്നിട്ട്. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉച്ചയുടെ മുമ്പേ എന്താ, കുട്ടികൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ കുഞ്ഞിന് മാത്രമല്ല, കുഞ്ഞുണ്ണിക്കും ഉണ്ടായില്ല. എന്താ മറ്റ് ഹൈസ്കൂൾ കുട്ടികൾക്ക് ഉച്ചയുടെ മുമ്പേ എന്താ ക്ലാസ് വിട്ടിരുന്നു കേട്ടോ. അമ്മില്ലേ രാവിലെ അത് നോക്കുമ്പോൾ ചോറ് കുറച്ച് വേവ് കൂടുതലുള്ള അരി ആയതും കൊണ്ടേ വെന്ത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേഗം എന്ത് കിട്ടിയെന്നറിയോ, നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. ഇന്നലത്തെ എന്താ നെയ്ച്ചോറും കണ്ണിമാങ്ങ അച്ചാറുമാണ് കേട്ടോ അമ്മ കൊണ്ടുപോയത്. അമ്മ കുശാലായിട്ടില്ലേ കൂട്ടുകാരിയുടെ അടുത്ത് പറഞ്ഞത് നെയ്ച്ചോറാണ് കൊണ്ടുവന്നേക്കണത് പറഞ്ഞത്രേ. എന്നിട്ട് എല്ലാവരും കഴിച്ചിട്ടാ വന്ന അച്ചുട്ടി? അച്ചു കഴിച്ചില്ല കേട്ടോ, അവള് കഴിക്കുന്നതിന്റെ മുമ്പേ വന്നതേ. അവള് എന്താ 12:30 ഇവിടെ എത്തിയില്ലേട്ടാ. ഞങ്ങളുടെ അമ്മോച്ചയും കുട്ടികളുടെ പുട്ടത് ഞങ്ങൾക്ക്. അതന്നെ ഞാൻ ചോദിച്ചു കഴിക്കാനും വീട്ടുകാരനൊക്കെ നേരത്തെ. അതന്നെ അച്ചുട്ടി ഈ ഹൈസ്കൂളിൽ വാങ്ങണം കേട്ടോ. തെങ്കരിന്ന് കുട്ടികൾ വരുന്നുണ്ട് ഇത്രേട്ടാ, ലാപ്പറ്റു സ്കൂളിക്ക് തെങ്കര. ഇന്നലെ അതും കൂടി പറഞ്ഞു കേട്ടോ. നമ്മുടെ ഈ സ്കൂളില് നമ്മുടെ ഇവിടെ ബസ് സൗകര്യം ഇല്ലാത്തത് കൊണ്ടില്ലേ നല്ല ബുദ്ധിമുട്ടാണ് കുട്ടികൾ. അതുകൊണ്ട് വൈകുന്നേരത്തെ നേരത്തെ വിടുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഉൾഗ്രാമല്ലേ നമ്മുടെ ഇവിടെ. അപ്പം അത് കാരണം ബസ്സുകൾ അടുപ്പിച്ചില്ലല്ലോ. ഹൈസ്കൂളിൽ കുറേ കുട്ടികൾ ഇപ്പം അങ്ങനെ അതുകൊണ്ട് അത്ര നേരത്തെ വിടുന്നത് കുട്ടികളെ. ചില ബസ്സുകൾ നിർത്തൂല. എന്താ ഒരു മിനിമം കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ ഏത് ബസ്സിലാണ് കയറുക അല്ലേ. കണ്ണ് തട്ടിയോ എൻ്റെ കുട്ടീനെ? കുറച്ച് നേരം കൂടി കണ്ണ് തട്ടിയ കണ്ണ് കെട്ടാണ്ടിരിക്കല്ലേ നാല് വറുത്തിട്ട് മണ്ണെടുത്ത് 4 സൈഡത്തെ മണ്ണെടുക്കുക. എന്നിട്ട് അതില് എന്താ ഉപ്പും മുളകും ഇട്ടിട്ടില്ലേ മണ്ണിക്കല്ല അടുപ്പിക്ക് എവിടെ. പിന്നെ കുറെ പേര് ചോദിച്ചിരുന്നു എന്താണ് ശങ്കരാതീത ചേട്ടേ കളയുക എന്നുള്ളത്. അതും തന്നെ 4 ഭാഗത്തെ നമ്മുടെ അടിച്ചു കോരിയ കുപ്പകൾ ഉണ്ടാവുമല്ലോ. അപ്പം ആ മൂല ഈ മൂല എനിക്കറിയുന്ന പോലെ പറയാം കേട്ടോ. ആ മൂല ഈ മൂല ഇപ്പുറത്തെ മൂല അപ്പുറത്തെ മൂല, ആ മൂലയത്തെ കുപ്പ ഒരു മുറത്തിൽ കൂട്ടിയിട്ട് അതിൽ കൂടെ തിരി വിളക്കില്ലേ, വിളക്കുംതിരി അല്ലെങ്കിൽ നമ്മൾ വാഴയിലയിൽ തിരി വെക്കുക. പിന്നെ ഇത്ര പോകുന്ന കുറ്റിച്ചൂലില്ലേ, ഈ കുറ്റിച്ചൂല് ചെറുതും വെക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് മൂദേവി അങ്ങനെ പറയില്ലേ, ശ്രീദേവി ഭാവനിട്ട് ഇങ്ങനെ നമ്മൾ പടിക്ക് പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് വന്ന് കുളിച്ചിട്ട് വിളക്ക് വയ്ക്കുക. അത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ പട്ടപ്പരയായിരുന്നു. അതന്നെ. എനിക്ക് എന്താ അത്ര വലിയ ഓർമ്മയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞതാണ് വീടിനെ 4 ഭാഗത്തുനിന്നും. ഞങ്ങളുടെ വീട്ടിൽ പട്ടപ്പരയായിരുന്നു. അപ്പം എന്താ ചെയ്യാന്ന് എറയത്തുനിന്ന് 4 സൈഡിൽ നിന്നും കുറച്ചീശെ പട്ട എടുത്തിട്ട് മുറിച്ചിട്ട് മുറത്തിലിടും. എന്നിട്ട് എന്താ നമ്മളത് പറഞ്ഞും കൊണ്ടേ പോണം. എന്താ ഇങ്ങനെ ചേട്ടപ്പോ അങ്ങനെ ചേട്ടപ്പോ ശിവോദിവാന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇതും പറയും മൂദേവി പോ ശ്രീദേവി വാന്നും പറഞ്ഞിട്ട് അങ്ങനെയും പറയും. എന്നിട്ട് അത് പറഞ്ഞിട്ട് നമ്മളൊരു ഒഴിഞ്ഞ പറമ്പിൽ, ആർക്ക് ശല്യമാവാൻ പാടില്ല കേട്ടോ, ഒഴിഞ്ഞ പറമ്പിൽ പോയിട്ട് വീട്ടിൽ വന്ന് കുളിച്ച് പിന്നെ നമ്മൾ വിളക്ക് വെക്കുക. അങ്ങനെ ഓരോ ഭാഗത്ത് ആചാരം ഉണ്ട് കേട്ടോ. ഇപ്പോഴൊന്നും പിന്നെ അതൊന്നും ആരും ചെയ്യണില്ല. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ശ്രീദേവി തന്നെയുള്ളൂ, മൂദേവിയൊന്നും ഇല്ല അല്ലേ. ചേട്ടപ്പോ ശിവോദിവാ പറയുന്ന പോലെ ആ പരിപാടി. ഇപ്പൊ വയസ്സായ ആൾക്കാർക്ക് കൂടി ഇപ്പൊ അതെന്താന്ന് വെച്ചാല് ഒരു വിശ്വാസം ഇല്ലാതെ പണ്ട് പറഞ്ഞാ മറന്നുപോയതല്ല, ചില ആൾക്കാര് ചെറുപ്പത്തിൽ ചെയ്ത് പിന്നെയും ചെയ്തുകൊണ്ടേ ഇരിക്കില്ലേ. കാക്കി കൂടെ വിടേ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് ആക്ക് ചായ വേണ്ടോത്തെ?
അവിടെ ഇരിക്കും അവിടെ ഇരിക്കും അവിടെ ഇരിക്കും. എന്നോട് പറഞ്ഞു കൂടി ഞാൻ തുണികളുമായിട്ട് ആദ്യത്തെ വീട്ടിക്ക് പോട്ടോ. അപ്പൊ ഞാൻ ഡ്രസ് കൊണ്ടുപോടാ പറഞ്ഞു. പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞ് പോയപ്പോ അവിടെ നിന്ന് TV കണ്ടു. സെറ്റി കണ്ടിട്ട് അവിടെ ഇരിക്ക് പൊന്നോടെ ഇരിക്കും. പാത്രത്തില് പാത്രത്തില് അതൊക്കെ താഴെ പോവും താഴെ പോവും. പോക്കറ്റിലിട്ടിട്ട് നടന്നു തിന്നാനാണേ. അവിടെ താഴെ പോവുള്ളേ. കണ്ടോ ചവിട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് തിന്നാൻ പറ്റുമോ? ഇങ്ങോട്ട് താ വലിയ മട്ട് തരാം. ബാബുണ്ണ പൊന്നൊരു പാട്ട് പാടി കൊടുത്താ. ബാലവാടി പോയിട്ട് എന്ത് പാട്ടാ പഠിച്ചു? കാക്കേ കാക്കേ കൂടെ വിട് 1 2 3 കുക്കു കുക്കു ചൊല്ല്. എന്നാ മുട്ടായി തരാം. ഏട്ടൻ മുട്ടായി എടുത്ത് വെച്ചിട്ടില്ല ഏട്ടാ ഇവിടെ. നോക്ക് നോക്ക്. എന്നാ കവറെണ്ണം കൊണ്ടൊക്കെ നീ ഒക്കെ എടുത്ത് പോക്കറ്റിൽ പാട്ട് പാട് കേട്ടോ. കുട്ടിയുടെ കണ്ണ് കാണിച്ചു കൊടുത്ത കണ്ണും മൂക്കും ചന്തണ്ടോ കണ്ണു? ആരുടെ കണ്ണ്? ചേട്ടാ അവന്റെ കണ്ണ് മൂക്ക് ഏത് ഏത് ഏതാ കണ്ണ് കാണിച്ചു കൊടുക്ക്. മൂക്ക് ഏതാ? വായ ഏതാ? ചെവി, മുടി, തല, കഴുത്ത്, കയ്യ്, കാല്, വയറ്, നെഞ്ച്, പോക്കറ്റ്, വിരല്. നോക്ക് പൊന്നു. വല്യച്ഛനെ ഇഷ്ടം, വല്യമ്മേനെ ഇഷ്ടം, അമ്മേനെ ഇഷ്ടം? ഏതമ്മേനെ? ഈ അമ്മേനെ ഇഷ്ടം? ഏട്ടാ ഇനി അവനൊരു സാധനം വാങ്ങിക്കൊടുക്കണ്ട കേട്ടോ. മുറുക്കവിടെ കെട്ടിയേക്ക്. കുഞ്ഞമ്മായിനെ കണ്ടോ? അച്ചുട്ടി നമ്മുടെ പൊന്ന് എന്റെ പൊന്ന. അതിനും വയ്ക്കും ഇജ്ജ് പൊക്ക. അല്ല അവൻ നല്ല കുട്ടിയാണ്. ഒരു ഉമ്മ വയ്ക്കട്ടെടി. ഒരു ഉമ്മ വയ്ക്കട്ടെ. വല്യമ്മ ഉമ്മേരാ. കിച്ചുട്ട ബേക്കറി കഴിക്കണ്ട കേട്ടോണ്ണേ. എന്ത് കൊണ്ടേക്കിയോ ട്യൂഷന്? കുഞ്ഞുണ്ണീനെ ഇനി എന്താണ് നിറഞ്ഞല്ലോ? ഇനി എവിടെ നിറയ്ക്കണ്? നമ്മുടെ ഇവിടേക്ക് കർക്കിടക മാസത്തിലല്ലേ രാമായണ മാസം. എന്താ മരുന്ന് കഞ്ഞിയൊക്കെ അമ്പലത്തിൽ കൂടെ മരുന്ന് കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് മരുന്ന് കഞ്ഞി വെക്കാം. നാളെ മറ്റന്നാളായിട്ട് വെക്കാം വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കോറല്ലേ, കോറ വിരകിയിട്ട് ശർക്കര ഇട്ടിട്ട് വിരകിയിട്ട് അങ്ങനെ കുടിക്കും. പിന്നെ എന്താ അതന്നെ കേട്ടോ. പിന്നെ മരുന്ന് കഞ്ഞി എന്താണെന്നറിയോ? ആർക്കും പറ്റില്ല. കുട്ടികൾക്കാണ് വെച്ചാലും ഏട്ടനൊക്കെയാണോ വെച്ചാൽ കുറച്ച് കഴിഞ്ഞ അനിയനും, എനിക്കാണോ വെച്ചാൽ അത്ര ഇത് പറ്റുകയില്ല കേട്ടോ. മരുന്ന് രുചിയുണ്ടല്ലോ. മരുന്ന് കഞ്ഞി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നന്നായിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ടുണ്ടല്ലോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അന്ന് ഇവിടെ കുഞ്ഞൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ മരുന്ന് കഞ്ഞി വെക്കണേ. സൂപ്പ് വെക്കണ പോലെ അത് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് വെക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല. ഒലുവിയും ചെറുപയറും ഒക്കെ ഇട്ടിട്ട് നമ്മള് എന്താ കഞ്ഞി വെക്കാറുണ്ട് കേട്ടോ. അത് പക്ഷെ 7 ദിവസമൊക്കെ കഴിക്കണം എന്നൊക്കെ പറയും കർക്കിടക മാസത്തില്. 7 ദിവസം. പിന്നെ നമ്മള് ഇടുപ്പ് വേദനയ്ക്കൊക്കെ ചിലവര് പറയും കേട്ടോ, കർക്കിടകത്തില് എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ കർക്കിടകത്തിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേദന ഉണ്ടാവും എന്നുള്ളത്.
നമ്മളങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്ന പോലെ ഓരോന്ന് തെരഞ്ഞു നടക്കുകയാണെന്നാലേട്ടാ മരുന്നിന്റെ കുറുന്തോട്ടിയും അതും ഇതൊക്കെ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? കർക്കിടകത്തില് മരുന്ന് കഞ്ഞിയും ആട്ട സൂപ്പും ഇല്ലേട്ടാ ലേഗ്യങ്ങളും ഒക്കെ കഴിക്കാറുണ്ടോ? ഉണ്ടെങ്കി ഒന്ന് പറയൂ കേട്ടോ. ഇനി എവിടെയാണ് അത് നിറക്കിയ പൊന്നു പോവും പുറത്ത് ചിക്കൻ അങ്ങനെ മേത്ത് കൂടെ കളയട്ടെ. ചിക്കനേ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ചിക്കനിൽ തിരുമ്പിയിട്ടില്ലേട്ടാ അങ്ങനെ വെക്കുന്നതിന്റെ ഒരു കമന്റ് കണ്ടിരുന്നു. നമ്മളിനി ചിക്കൻ വാങ്ങണ സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്തു തരാം കേട്ടോ. ഓക്കെ അത്രേ. കഷ്ടാണത്. ആദ്യം നമ്മളത് കൊടുത്ത് ശീലിച്ചിട്ടാണേ. ഞാൻ വെള്ള കൊടുത്തിരുന്നറിയ ഞാൻ ആദ്യം എണീച്ചൊന്ന് വെള്ളം തന്നെ കൊടുക്കുക ചുക്കുവെള്ളം. ഇന്നതല്ല രസം. ഇന്ന് 2 പഴം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു 2 പഴം കൊണ്ട് ഇന്ന് രാവിലെ ആ പഴം പുഴുങ്ങിയത് കഴിക്കുക. പഴം കണ്ടു കഴിഞ്ഞപ്പോ അവന് പഴം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനി ഇപ്പോഴൊക്കെ എന്താ അല്ലേ ഇത്ര വേഗം ഓണം വരുമെന്ന് വിചാരിച്ചില്ലല്ലോ. നീ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അടിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞു വെച്ചാല് എത്ര ദിവസങ്ങളിലും. സുകന്യക്ക് പിന്നെ തുണി വേണ്ടാത്രേ അല്ലേ? എന്താ നിനക്ക് വേണോ? അവൾക്ക് വേണോ? ഇപ്രാവശ്യം ഓണത്തിന് തുണികൾ എടുക്കണില്ല. നമ്മുടെ ഇപ്പൊ നിങ്ങൾ ഓണക്കോടിയൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പായോ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെ തിരുവോണത്തിന് ഉച്ച കഴിഞ്ഞ മുതൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഉച്ച കഴിഞ്ഞ മുതലേട്ടാ നല്ല മഴ പെയ്തു. അപ്പൊ നമ്മുടെ അവിടെ വണ്ടി നിർത്തിയിരിക്കുന്ന കണ്ടപ്പോഴേ കുറെ പേര് നമ്മുടെ അടുത്ത് വണ്ടി എടുത്തോ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയല്ല കേട്ടോ, കൂട്ടുകാരൻ്റെ വണ്ടി ഇരിക്കുന്നുണ്ട്. അവരുടെ അവിടേക്ക് വണ്ടി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ അപ്പുറത്തെ വീടൊന്നും വെക്കണില്ലല്ലോ, ഉണ്ടോ? അപ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ചോക്കാം. ഞങ്ങൾ എവിടേക്ക് പോകുമ്പോഴും അവരുടെ വണ്ടി എടുത്തിട്ടാണ് പോവുക. വേറൊരാളാണ് പറഞ്ഞാൽ സത്യം വേറൊരാളാണ് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് എടുത്ത് വെച്ചാൽ ഒരു ദിവസം അതിന് വണ്ടിക്ക് 800 900 ഒക്കെ വാടക കൊടുക്കണം അത്രേ. പിന്നെ വാടക കൊടുക്കണമെങ്കിൽ നമ്മളിപ്പോ ഷെഡിൽ വെച്ചമാതിരി ആരാ കൊണ്ടുവെക്കുന്നത്? റോഡിൽ നിർത്തുന്നല്ലാണ്ട്. അതല്ല പറഞ്ഞതേ, നമ്മുടെ വണ്ടി പേര് നോക്കൊണ്ടാണ് കൊണ്ടുവരുന്നത്. അതന്നെ പറഞ്ഞതേ, ആരും തരൂല്ല. കൂട്ടുകാരാണ് പറഞ്ഞിട്ടിപ്പോ എപ്പോഴും വണ്ടി കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചല്ലാണ്ട് ആരാ തരാ? 100 രൂപ കടഞ്ഞു വെച്ചാൽ തരാത്തവര് ചില ആൾക്കാരില്ലേ. അല്ല ഇതൊക്കെ ഇപ്പൊ നമ്മളെടുത്തില്ലേ വീഡിയോക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആരും തരില്ല. ആരാ ചെയ്യാലേ? എന്താ കാരണം പേടിയല്ലേ, അവിടെ ഒരയോ ഇവിടെ ഒരയോ, കാരണം പുതിയ വണ്ടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമല്ലോ. പക്ഷെ നമ്മളെ എത്ര ഇപ്പോൾ ഒരു 2 വർഷമായില്ലേ അവരുടെ വണ്ടിയും കൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. അതിപ്പോ അവൻ നാട്ടിലില്ലാത്തോണ്ടല്ലേ. നാട്ടിലുണ്ട് എവിടെ വണ്ടി കിട്ടുന്നു? നാട്ടിലുണ്ടെങ്കിൽ അവനെ എവിടെയെങ്കിലും കൊണ്ടേക്കും. നാട്ടിലില്ലാത്തോണ്ട് ഇപ്പൊ എവിടെ നിർത്തണ്ടേ? ഇപ്പൊ റോഡിലിട്ട് പോകാൻ പറ്റുമോ? വണ്ടി എന്താ അമ്മൂട്ടി ഉറങ്ങുകയാണ് കേട്ടോ. അമ്മൂട്ടിക്ക് പിന്നെ എങ്ങനെയാണെന്നറിയോ ഉറക്കം കുറച്ചത്. പിന്നെ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. അപ്പൊ നാളെ കാണാൻ പറ. ടാറ്റ കൊടുക്ക്